നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 22 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ദിലീപിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സിബി ജോസഫ് ചേരുന്നുണ്ട്. സിബി, ദിലീപിന്റെ റിമാൻഡ് കാലാവധി ഉമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഉമേഷ്, ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാഭാവിക നടപടിക്രമങ്ങളാണ് ഇന്ന് ഉണ്ടായത്. ദിലീപിന്റെ റിമാൻഡ് കാലാവധി തീരുന്ന ഇന്ന് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കി. ഇത് നേരിട്ടല്ല കോടതിയിൽ ഹാജരാക്കിയത്. ഇതിനു മുൻപ് കോടതിയിൽ ഹാജരാക്കിയതുപോലെ തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് ദിലീപിനെ ഇന്ന് അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. അത് കോടതി സമയം തുടങ്ങുന്നതിന് മുൻപ് തന്നെ വീഡിയോ കോൺഫറൻസിംഗ് വഴി കോടതി നടപടികൾ പൂർത്തിയാക്കി. 11 മണിക്ക് മുൻപായി തന്നെ ദിലീപിനെ മജിസ്ട്രേറ്റിന്റെ ചേംബറിനകത്താണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ദിലീപിനെ ഹാജരാക്കിയത്. സ്വാഭാവിക നടപടി എന്നോണം 14 ദിവസത്തേക്ക്, അതായത് ഈ മാസം 22 വരെ ദിലീപിനെ റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു. ഇനിയുള്ളത് ദിലീപിന് ജാമ്യാപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ഹൈക്കോടതി നേരത്തെ ഒരു തവണ ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളിയതാണ്. എങ്കിൽ തന്നെയും പുതിയ സാഹചര്യത്തിൽ ദിലീപ് വീണ്ടും ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്ത ദിവസം തന്നെ ദിലീപ് ജാമ്യാപേക്ഷ സമർപ്പിക്കും എന്നാണ് അറിയുന്നത്. പുതിയ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അപ്പുണ്ണിയെയും മറ്റും ചോദ്യം ചെയ്ത് കഴിഞ്ഞ സാഹചര്യത്തിൽ ഇനിയും റിമാൻഡിൽ തുടരുന്നത് ഒഴിവാക്കണം എന്ന പ്രതിഭാഗം, അതായത് ദിലീപ് ആവശ്യപ്പെടും എന്നാണ് അറിയുന്നത്. ജാമ്യാപേക്ഷ അടുത്ത ദിവസമായിരിക്കും സമർപ്പിക്കുക. ഇന്ന് അങ്കമാലി കോടതിയിൽ മറ്റ് നടപടികൾ ഒന്നും തന്നെയില്ല. സ്വാഭാവിക നടപടി മാത്രം. ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കുകയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്ന നടപടിയുമാണ് ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. ഈ മാസം 22 വരെയാണ് റിമാൻഡ് നീട്ടിയത്. വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ദിലീപിനെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയത്. കേസിലെ സ്വാഭാവിക നടപടികൾ മാത്രമാണ് ഇന്ന് അങ്കമാലി കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്ന് റിമാൻഡ് കാലാവധി അവസാനിച്ചതിനെ തുടർന്നാണ് ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്. നേരിട്ടല്ല ദിലീപിനെ കോടതിയിൽ ഹാജരാക്കിയത്, വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഉമേഷ്, സ്വാഭാവിക നടപടികൾ ആണെന്ന് ഇരിക്കെ തന്നെ ഇനിയിപ്പോൾ നാളെ ഹൈക്കോടതിയിൽ ദിലീപ് ജാമ്യാപേക്ഷ വീണ്ടും സമർപ്പിക്കാൻ ഇരിക്കുകയാണ്. ഈ നടപടികളെയൊക്കെ ഇന്നത്തെ ഈ ഒരു റിമാൻഡ് കാലാവധി നീട്ടിയതടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ ബാധിക്കാനാണ് സാധ്യത? സോമി, റിമാൻഡ് നീട്ടിയ സാഹചര്യത്തിൽ ദിലീപ് ആലുവ സബ് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. 14 ദിവസത്തേക്കാണ് റിമാൻഡ് നീട്ടിയിരിക്കുന്നത്. ഈ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റും ഉള്ളത് കൊണ്ടാണ് ദിലീപിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാത്തത്. അതിനുള്ള അനുമതി നേരത്തെ തന്നെ കോടതി നൽകിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് വീഡിയോ കോൺഫറൻസിംഗ് വഴി നടപടി പൂർത്തിയാക്കിയത്. അതുകൊണ്ട് തന്നെ ദിലീപിന് ഇനിയും ആലുവ സബ് ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. ഇതിനിടയിലാണ് അടുത്ത ദിവസം തന്നെ ദിലീപ് ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ ഒരിക്കൽ കൂടി സമീപിക്കുന്നത്. ഇതിനിടെ നേരത്തെ അഡ്വക്കേറ്റ് രാംകുമാർ ആയിരുന്നു ദിലീപിന്റെ അഭിഭാഷകനെങ്കിൽ ഇപ്പോൾ അഭിഭാഷകൻ രാമൻ പിള്ളയാണ്. അദ്ദേഹമായിരിക്കും ദിലീപിന് വേണ്ടി നാളെ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിക്കുക. ജാമ്യാപേക്ഷയിൽ പുതിയ സാഹചര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുക. പ്രത്യേകിച്ച് അപ്പുണ്ണിയെയും മറ്റും ചോദ്യം ചെയ്ത് കഴിഞ്ഞു. പ്രധാന തെളിവ് എന്ന് പറയുന്ന നടിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ നശിപ്പിച്ചു കളഞ്ഞു എന്ന മൊഴിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ അഭിഭാഷകനായിരുന്ന രാജീവ് ജോസഫിനെയും പ്രതീഷ് ചാക്കോയും അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇനി കണ്ടെടുക്കേണ്ടത് ഈ പ്രതിയുടെ ബാധ്യതയല്ല എന്ന തരത്തിലുള്ള വാദങ്ങളായിരിക്കും ചൂണ്ടിക്കാട്ടുക. പ്രത്യേകിച്ച് അപ്പുണ്ണിയെയും മറ്റും ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. നേരത്തെ ഇതിനു മുൻപ് ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അപ്പുണ്ണിയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്, അപ്പുണ്ണിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ആയിരുന്നു വാദങ്ങൾ ഉന്നയിച്ചത്. എന്നാൽ ആ ഒരു സാഹചര്യം മാറി. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ ഇനി ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും അടുത്ത ദിവസം ജാമ്യാപേക്ഷ സമർപ്പിക്കുക. അത്തരത്തിൽ ജാമ്യം കിട്ടിയെങ്കിൽ മാത്രമാണ് ഇനി ദിലീപിനെ പുറത്തു വരാൻ കഴിയുക. അല്ലെങ്കിൽ ഇത്തരത്തിൽ റിമാൻഡ് തുടരുന്ന പശ്ചാത്തലത്തിൽ വീണ്ടും ജയിലിൽ തന്നെ കഴിയേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുക. ഉമേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ ജാമ്യ ഹർജി സമർപ്പിക്കുമ്പോൾ അടക്കം സൂചിപ്പിക്കുക, ഒരു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈക്കോടതി ജാമ്യം നിഷേധിക്കുമ്പോൾ ഉണ്ടായ സാഹചര്യങ്ങളല്ല നിലനിൽക്കുന്നത് എന്നുള്ളതായിരിക്കും. അപ്പുണ്ണിയെ കണ്ടെത്തിയിരിക്കുന്നു, ഒപ്പം തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മൊബൈൽ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ കോടതിയിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കും. ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രതിഭാഗം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നോ? അത്തരത്തിലുണ്ടായിട്ടില്ല സോമി. ഇന്ന് സ്വാഭാവിക നടപടി മാത്രമാണ് ഉണ്ടായത്. റിമാൻഡ്
നീട്ടുന്നു എന്നുള്ളത് മാത്രമാണ്. ദിലീപിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റ് നേരിട്ട് ദിലീപിനോട് ചോദിക്കും എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന്. സ്വാഭാവികമായും ചോദിക്കുന്നത് പോലെ തന്നെ ഇന്നും ചോദിച്ചു. പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല എന്ന് അറിയിച്ച സാഹചര്യത്തിൽ 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് നീട്ടുന്നു എന്ന ഉത്തരവ് മാത്രമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രോസിക്യൂഷനോ മറ്റ് പ്രതിഭാഗമോ പ്രത്യേക വാദങ്ങളോ ഒന്നും തന്നെ ഇന്ന് കോടതിയിൽ ഉന്നയിച്ചിട്ടില്ല. ഈ ഒരു നടപടികൾ മാത്രമാണ് ഇന്ന് കോടതിയിൽ നടന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെ റിമാൻഡ് കാലാവധി നീട്ടി ഈ മാസം 22 വരെയാണ് റിമാൻഡ് കാലാവധി നീട്ടിയത്. ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.